നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മട്ടാഞ്ചേരിയുടെ ചരിത്രവും വിശേഷങ്ങളും അവിടെ പ്രധാനമായും കണ്ടിരിക്കേണ്ട കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ പോകുന്നത് മട്ടാഞ്ചേരി പാലസ് അല്ലെങ്കിൽ ഡച്ച് പാലസിലേക്കാണ്. ഡച്ച് പാലസിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മളെ സ്വാഗതം ചെയ്യുന്നത് പയ്യന്നൂർ ദേവി ക്ഷേത്രം എന്ന് പെയിന്റ് കൊണ്ട് എഴുതിയ ഒരു എഴുത്താണ്. പയ്യന്നൂർ ദേവി പഴയ കൊച്ചി രാജവംശത്തിന്റെ പരദേവതയാണ്. ഡച്ച് പാലസിന്റെ മതിൽക്കെട്ടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പയ്യന്നൂർ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കൊട്ടാരത്തിന്റെ പേര് ശരിക്കും ഡച്ച് പാലസ് എന്നാണെങ്കിൽ ഇത് ശരിക്കും പണിയേൽപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇവിടെ വന്നിറങ്ങിയ പോർച്ചുഗീസുകാർ പണ്ടുകാലത്ത് ഇവിടെ വന്നിറങ്ങിയ പോർച്ചുഗീസുകാർ ഇവിടെ ധാരാളം നാശനഷ്ടങ്ങൾ ഒരുത്തി വെച്ചിരുന്നു. ധാരാളം ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും ധാരാളം കൊള്ളരുതായ്മകൾ ചെയ്യുകയും ചെയ്തു. അവർക്ക് അഭയം നൽകിയ കൊച്ചി രാജാൻ ഇത് ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും വ്യസനവും ഒക്കെ ഉണ്ടാക്കി. തന്മൂലം അദ്ദേഹത്തെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അമ്മ ഈ കൊട്ടാരം പണിഞ്ഞതെന്നാണ് ചരിത്രം. ഇപ്പോൾ ഈ കൊട്ടാരത്തിൽ പ്രധാനമായിട്ടും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പണ്ടുകാലത്ത് കൊച്ചി രാജവംശം ഉപയോഗിച്ചിരുന്ന അവരുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന വാളുകൾ, പല്ലക്ക്, അതുകൂടാതെ കുന്തങ്ങൾ, അങ്ങനെ പലതരം വസ്തുക്കളും, അതുകൂടാതെ അന്നത്തെ വസ്ത്രധാരണത്തെ പറ്റിയുള്ള ഐഡിയ ഉണ്ടാക്കുന്നതായിട്ടുള്ള പ്രതിമകളും ഒക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. രാജകുടുംബത്തിലെ പുരുഷന്മാരുടെ വസ്ത്രധാരണം ഈ രീതിയിലായിരുന്നു. സ്ത്രീകൾ രാജകുടുംബത്തിലെ വനിതകൾ വസ്ത്രധാരണം ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരുന്നു. അതിൻ്റെ ഒരു വിശദാംശങ്ങൾ താഴെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മേൽമുണ്ടിനെ പറ്റിയൊക്കെ ആഭരണങ്ങളെ പറ്റിയൊക്കെ വിശദമായിട്ട് തന്നെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പണ്ട് രാജകുടുംബാംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന പല്ലക്കായിരുന്നു ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ചുമന്നുകൊണ്ടായിരുന്നു അന്ന് രാജാക്കന്മാരെ കൊണ്ടുപോയിരുന്നത്. അടുത്തായി നമ്മൾ കൂനൻകുരിശ് പ്രതിജ്ഞ, വളരെ പ്രസിദ്ധമായിട്ടുള്ള കൂനൻകുരിശ് പ്രതിജ്ഞ എടുത്തിട്ടുള്ള പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പള്ളിയുടെ ചരിത്രം ഒന്ന് ചുരുക്കി പറയാം. കേരളത്തിലെ മാർത്തോമ നസ്രാണികൾ തങ്ങളുടെ സഭയെ പോർച്ചുഗീസുകാരും പണ്ടത്തുള്ള ജെസ്യൂട്ട് പാതിരിമാരും റോമൻ കത്തോലിക്ക സഭയുടെ കീഴിൽ വരുത്തുവാൻ നടത്തിയ പീഡനങ്ങൾക്കെതിരെയായി 1653 ജനുവരി 3 കൊച്ചിക്ക് സമീപമുള്ള മട്ടാഞ്ചേരിയിൽ വെച്ച് പരസ്യമായി എടുത്തിട്ടുള്ള പ്രതിജ്ഞയാണ് കൂനൻകുരിശ് സത്യം അഥവാ കൂനൻകുരിശ് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. അന്ന് ഏകദേശം 2500ഓളം വരുന്ന വിശ്വാസികൾ കുരിശിൽ വടം കെട്ടി അതിൽ പിടിച്ച് ഒരേ സമയം സത്യം ചെയ്യുക വഴി ഭാരം കാരണം കുരിശ് ഒരു വശത്തേക്ക് വളഞ്ഞു എന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം കൂനൻകുരിശ് സത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ മട്ടാഞ്ചേരിയെ ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടി കൊടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. പരദേശി സിനഗോഗിലേക്ക്, പരദേശി ജൂതന്മാരുടെ സിനഗോഗിലേക്ക് പോവുകയാണ്. ജൂതമത വിശ്വാസികളുടെ ആരാധനാലയത്തെയാണ് സിനഗോഗ് എന്നറിയപ്പെടുന്നത്. ഈ ശരിക്കും ഇവിടെ വന്ന ജൂതന്മാർ ഇസ്രായേലിൽ നിന്നുള്ള ജൂതന്മാരായിരുന്നില്ല. അവർ അന്നത്തെ കാലത്ത് റോമക്കാരുടെ പീഡനത്തെയൊക്കെ ഭയന്ന് പല രാജ്യങ്ങളിലായിട്ട് വന്ന ജൂതന്മാരായിരുന്നു. അതുകൊണ്ട് പരദേശികൾ എന്നർത്ഥത്തിലാണ് ആ പരദേശികളായിട്ടുള്ള ജൂതന്മാർ പണിതുള്ള സിനഗോഗ് എന്നർത്ഥത്തിലാണ് പരദേശി സിനഗോഗ് എന്നുള്ളൊരു നാമം വന്നിരിക്കുന്നത്. സിനഗോഗിന്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് 10 രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കണം. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ആദ്യം നമ്മളെ സ്വാഗതം ചെയ്യുന്നത് അന്നത്തെ ജൂതന്മാരുടെ ചരിത്രം, ഇവിടെ വന്നതിന് ശേഷമുള്ള ജൂതന്മാരുടെ ചരിത്രം വിശേഷമാകുന്ന ധാരാളം ചിത്രങ്ങളാണ്, പെയിന്റിങ്ങുകളാണ്. അതിനകത്ത് കൊടുങ്ങല്ലൂരിൽ വന്ന ജൂതന്മാർ കേരളത്തിന്റെ പല ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്തു പോവുകയും പിന്നെ അങ്ങനെ അവരുടെ ഒരു കച്ചവട സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ വിശദമാകുന്ന ചിത്രങ്ങളാണ് ഇതെല്ലാം. നമ്മൾ ആദ്യം നമ്മളെ കാണുന്നത് അതിനകത്ത് പ്രവേശിക്കുമ്പോൾ ആദ്യം ഈ ഒരു വാഷ് ബേസിനാണ് കാണുന്നത്. അതിൻ്റെ പൈപ്പ് പുതിയ മോഡലുള്ള പൈപ്പാണെങ്കിൽ ആ വാഷ് ബേസിൻ പണ്ടത്തെ രീതിയിലുള്ളതാണ്. ഈ ഒരു ടൈലെല്ലാം ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ടൈലുകളാണ്. അതിനകത്തുള്ള പെയിൻറ്റിങ് ഒക്കെ അന്നത്തെ കെമിക്കൽസ് അല്ല, പണ്ടത്തുള്ള ചെടികളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തുള്ള പെയിൻറ്റിങ്ങുകളാണ് തറയിലെ ടൈലുകൾ ഉപയോഗിച്ചത്. ഈ ഒരു ലാമ്പുകൾ എല്ലാം ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ലാമ്പുകളാണ്. അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരം നമുക്ക് അതിനകത്ത് കയറുമ്പോൾ അതിനകത്ത് അവരുടെ ഒരു ബോർഡുണ്ട്, അതിനകത്ത് വിശദമായിട്ട് തന്നെ കാണിച്ചു. ആ ഡെക്കറേറ്റീവ് ലാമ്പുകളുടെ കാഴ്ച തന്നെ വളരെ മനോഹരമാണ്. ആരുടെയും മനം കവരുന്ന ഒരു കാഴ്ചയാണ് ലാമ്പുകൾ അവിടെ.
ഇതൊക്കെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട്, ജൂതന്മാരുടെ മതവിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും ഭാഗമായിട്ടുള്ള ഓരോ സംവിധാനങ്ങളാണ്. ഇതിനെപ്പറ്റി വ്യക്തമായിട്ടും ആധികാരികമായിട്ടും പറഞ്ഞുതരാൻ പറ്റിയ ആൾക്കാരിപ്പം നമ്മളെ കൂടെ ഇല്ല. നേരത്തെ ജൂതന്മാരുടെ സമുദായത്തിൽപ്പെട്ട കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും അവിടെ നിന്നും പോയി. കുറേ ആൾക്കാർ സ്വാതന്ത്ര്യ ശേഷം ഇസ്രായേലിലേക്ക് തന്നെ തിരിച്ചു പോയി. സാറാ കോഹൻ എന്നുള്ള പ്രായം ചെന്ന സ്ത്രീയായിരുന്നു കിട്ടിയിരിക്കുന്ന രേഖകൾ പ്രകാരം ഏറ്റവും അവസാനം അവിടെ ഉണ്ടായിരുന്ന ജൂതമത സ്ത്രീ. അവർ ഈ കഴിഞ്ഞ ഏതാനും ഒരു വർഷങ്ങൾക്ക് മുമ്പ് എന്തോ ആണ് അവർ മരണപ്പെട്ടത്. ഐസക് റബി എന്നൊരു ജൂത വ്യവസായി 500 വർഷം മുമ്പ് അന്നത്തെ ജൂത സമുദായത്തിന് നൽകിയ ഈ ഒരു ക്ലോക്കിന്റെ ദൃശ്യത്തോടുകൂടി നമ്മളെ വീഡിയോ സമാപിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.